So in the last class we were studying about keyboards. Do you remember? Alan Matthew, please listen. Alan, please listen. Don't play with that phone. Don't unmute unnecessarily. Okay? ഞാൻ പറയാതെ അൺമ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ ഓക്കെ. സെയിം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എന്തായിരുന്നു? കീബോർഡ്സിനെ കുറിച്ചായിരുന്നു. കീബോർഡിൽ എന്തൊക്കെ തരം കീകളുണ്ട് നിങ്ങളോട് ഒന്ന് എണ്ണി വെക്കാനൊക്കെ പറഞ്ഞായിരുന്നു. ഹാവ് യു കൗണ്ടഡ്? എത്ര കീസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര പേര് കൗണ്ട് ചെയ്തു? Alan has done, Sana has done, and Ocean Titus has done. What about the others? മറ്റുള്ളവരൊന്നും ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് കീബോർഡിൽ നിങ്ങളുടെ വീട്ടിൽ കീബോർഡ് ഇല്ലെങ്കിൽ യു കുഡ് ഹാവ് കൗണ്ടഡ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് പിക്ചർ. ടെക്സ്റ്റ് ബുക്ക് പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാമായിരുന്നു അല്ലേ? ആൻഡ് എത്ര ഉണ്ടായിരുന്നു? നമ്മുടെ സന കൗണ്ട് ചെയ്തിട്ട് എത്ര കീബോർഡ് ഉണ്ട്? വെരി സന ഇത്തിരി മുന്നോടെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. സന, how many keys are there on your keyboard? Alan Matthew, did not count. ഇപ്പോഴാണ് കൗണ്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് നേരത്തെ കൗണ്ട് ചെയ്ത് വെക്കണം എന്ന് അല്ലേ? Okay, now no need to count. Listen, see, all the letter keys are here in this. ഈ yellow കളറിൽ തന്നിരിക്കുന്ന keys are letter keys. Then green keys are number keys. Special characters are in violet. Violet തന്നിരിക്കുന്നതാണ് പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് violet കളറിൽ. Okay, and next the cursor control keys are all in pink color. Next, the keys on the numeric pad. Numeric pad ഉള്ളതെല്ലാം blue color. Keys from F1 to F12 are called function keys. Function keys are in white color. The long ഇവിടെ തന്നിരിക്കുന്നതാണ്. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും നമ്മൾ കീബോർഡിൽ അങ്ങനെ ഡിഫറൻസ് ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. The longest key on the keyboard is which key? Joel, which key is the longest key on the keyboard? Space bar. Okay, good. For what are we using space bar? Space bar എന്തിനാ ഉപയോഗിക്കുന്നത്? To put space between each words. ഓരോ വേർഡ്സിന്റെ ഇടയ്ക്ക് കൂടെ സ്പേസ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്കറിയാം. And I want Avani Mahesh to show the space bar on your textbook. Like this way textbook ഇങ്ങനെ എടുത്തിട്ട് ഇതിലെ സ്പേസ് ബാർ കീ ഏതാണ്? What color is for that? എന്ന് പറഞ്ഞു തന്നെ എന്നോട്. ഓഹോ, didn't even open the textbook till now. എന്താണ് അവ സിനിമ കാണാൻ ഇരിക്കുന്ന പോലെയാന്ന് തോന്നുന്നു ചിലവരൊക്കെ ഇരിക്കുന്നത്. പുസ്തകം ഒരു വശത്ത്, ബുക്ക് വേറൊരു വശത്ത്. Still did not open. Wait, Muhammad, I asked Avani. Let Avani show. Let others be silent. And Avani, please unmute and show me. Page number 34. Take page number 34. Okay, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആവണിക്കുട്ടി പ്ലീസ് അൺമ്യൂട്ട്. റിമൈൻ ചെയ്യുന്നത് നമ്മുടെ ടൈം പോയല്ലേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യടാ മുത്തേ. കേൾക്കുന്നില്ലടാ മോളെ. ഫോൺ അൺമ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ലേ? ജൂലിയറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്ക്. അൺമ്യൂട്ട് ചെയ്ത് നോക്ക്. ആവണിക്കുട്ടിക്ക് അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പോഴായി. മോള് പറഞ്ഞു കാണിച്ചു തന്നു. ഇതിൽ ഈ കീബോർഡില് മോളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കീബോർഡ് കണ്ടോ ടെക്സ്റ്റ് ബുക്കില്? Okay, in that which is the space bar key? Show me space bar. എന്റെ പൊന്നോ, ഇത്ര നേരം വെയിറ്റ് let Avani find out. ആ കുഞ്ഞ് ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാ പറ്റിയത്. നമ്മളിപ്പോ കണ്ടുപിടിച്ചോ വേന്നാട്ടെ. കീബോർഡിൽ നോക്കി എവിടെയാണ് സ്പേസ് ബാർ കീ ഉള്ളത്? And what color is for that? നിദാ ഫാത്തിമ കണ്ടിട്ട് കുറെ ദിവസമായില്ലോ. നിതേനൊക്കെ നിഹാര ഇവരൊക്കെ വല്ലപ്പോഴും വരുന്നവരാ തോന്നുന്നല്ലേ. ഓക്കെ, എന്റെ മുഹമ്മദെ മോനെ കാണിക്കില്ല. ആ കുഞ്ഞ് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് മോനെ കൊണ്ട് ടീച്ചർ കാണിക്കാം. ഞാനൊരു ടാസ്ക് കൊടുത്തല്ലേ ആ മോക്ക്. സ്പേസ് SPACE സ്പേസ് BAR ബാർ സ്പേസ് ബാർ. കണ്ടോ മുത്തേ?
ഇതുവരെ കണ്ടില്ല അല്ലേ? കണ്ടാമല്ലേ? ഓക്കെ, ഷോ മീ. ഓക്കെ, വിച്ച് വൺ ഈസ്? ഇങ്ങനെ എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ, വെരി ഗുഡ്. വൈറ്റ് കളറില്. മോള് ക്ലാസ് ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലേ? അതാണ് മിസ് പറഞ്ഞപ്പോ ഒന്നും ശ്രദ്ധിക്കുക. ലോങ്സ്റ്റ് കീ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഏറ്റവും വലിയ കീ ആണ് സ്പേസ് കീ എന്നൊക്കെ പറഞ്ഞില്ലേ? സീ ലുക്ക് ഓൺ ദാറ്റ് കീബോർഡ്. വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഓർ ലോങ്സ്റ്റ് കീ? സ്പേസ് കീ. ഓക്കെ, സ്പേസ് ബാർ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു വിച്ച് ഓൾ ദ കീസ് ആർ യൂസ്ഡ് 2 times. മീൻസ് വിച്ച് ഇൻ ദോസ് കീബോർഡ് 2 times ഹാവ് ബീൻ റിട്ടൺ ഓൺ സം കീസ് സെയിം നെയിം. ഈ ബെനിറ്റ് അങ്ങോട്ട് ഓടിപ്പോന്നേ. ഓക്കെ, സോ അതിൽ ഏതൊക്കെയാണ് രണ്ടെണ്ണം ഒരു കീ തന്നെ രണ്ടെണ്ണമായിട്ടുള്ള രണ്ട് നെയിം ഉള്ളത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഷിഫ്റ്റ്, 2 ഷിഫ്റ്റ് കീസ് ആർ ദേർ. ഓക്കെ ബെനിറ്റ, കയറിയിരുന്നു. 2 ഷിഫ്റ്റ് കീസ് ആർ ദേർ. ഓക്കെ, ഐ വാണ്ട് ദാറ്റ് മുഹമ്മദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞു. മുഹമ്മദ് കുട്ട ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോനെ മുഹമ്മദ്? ഓക്കെ, ഇതിലെ കീബോർഡിൽ നോക്കിയിട്ട് സോ അതല്ല ചോദിച്ചത്. ഷിഫ്റ്റിന്റെ 2 കീ ഇല്ലേ? അതുപോലെ വേറെ ഏതൊക്കെ കീകളാണ് രണ്ടെണ്ണം ഉള്ളത് കീബോർഡില്? വേഗം ഫാസ്റ്റ് എല്ലാരും കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ആരോടെ ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ് സന, ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ച് അവരൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സമയം നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ? അവരൊന്ന് നോക്കട്ടെ. മുഹമ്മദ് കൂട്ടാ വേഗം നോക്കി, കീബോർഡിൽ നോക്ക്. കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ വന്നോ അച്ഛൻ വന്നോന്നും നോക്കണ്ട. ഏതാ? ഓറഞ്ച് കളറിലുള്ള ഏത് കീയാ മുത്തേ? ഓറഞ്ച് കളറിൽ അതിന്റെ പേര് വായിക്ക. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ഓക്കെ, മുഹമ്മദ് cannot answer. മുഹമ്മദിന് അത് മനസ്സിലായില്ല. ഏഞ്ചൽ റോസ്, ഇവിടെ പ്ലീസ് വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞ ഏതൊക്കെ കീകളാണ് ട്വൈസ് തേരോണ്ട് കീബോർഡ്? ഷിഫ്റ്റ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്റർ. ഓക്കെ, 2 enter keys are there. Okay, next. റേഞ്ച് ഇല്ല മോക്ക്, തിരിയുന്നില്ല മോള് പറയുന്നത്. ആൾട്ട്, ALT അല്ലെ? ആൾട്ട് കീസ്. ഓക്കെ, നെക്സ്റ്റ്. ഇനിയുണ്ട്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറയുക, ദയവ് ചെയ്ത്. പറഞ്ഞോ, ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്ക്. മക്കളെ ക്ലാസ് തുടങ്ങിയ സമയത്ത് മിസ് പറഞ്ഞല്ലേ, മിസ് ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എല്ലാരും മ്യൂട്ട് ചെയ്ത് നോക്കും. പറ ഏഞ്ചലേ. എന്റർ ആയി, ഷിഫ്റ്റ് ആയി, പിന്നെ ഏതായിരുന്നു? ഓൾട്ട് ആയി, അത് പറഞ്ഞു. ഓൾട്ട്. CTRL കൺട്രോൾ. ഓക്കെ, ശരി. പിന്നെ ഈ പ്ലസ് മൈനസ് അങ്ങനെയുള്ളതിനൊക്കെ നമ്പേഴ്സിനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഷിഫ്റ്റ് അമർത്തിയിട്ട് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി വരച്ചേക്കല്ലേ, വരയ്ക്കുന്ന ആളുടെ പേര് തെളിയും. അപ്പൊ ടീച്ചർ പിന്നെ വഴക്ക് ചീത്ത പറയും. അതുകൊണ്ട് വരയ്ക്കരുത് കേട്ടോ. ശരി. ഓക്കെ, കീസ് ഇതിൽ ഇതാണ് സ്പേസ് കീ. നിങ്ങളുടെ ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും. വിൻഡോസ് ഹോട്ട് കീ, നമ്പർ ലോക്ക്, ക്യാപ്സൂൾ, അതെല്ലാം ഇനിയിപ്പോ ഈ ചിത്രത്തിൽ നോക്കണമെന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ നോക്കി അല്ലേ? ഓക്കെ, ആൽഫബറ്റിക് കീസ് there are 26 alphabets. We know that.
How many letters are there in English? How many alphabets are there from A to Z? A to Z, how many letters are there? Okay. Sana, I saw. 26 അല്ലെങ്കിൽ 26 alphabets are there, isn't it? Okay. There are 26 alphabets. ഈ 26 alphabets usually നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 or 34 കീബോർഡിൽ നോക്കിയേ which letter is written there, capital letter or small letter? Which letter is written? നിങ്ങൾ അവിടുന്ന് പറഞ്ഞാൽ മതി, കാരണം ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തു. പക്ഷെ പലരോടും ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തില്ല, അപ്പം സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, സോ ഹിയർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ കീബോർഡിലും കാണുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ സാനയുടെ കയ്യിലിരിക്കുന്ന കീബോർഡിൽ നോക്കിക്കേ, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മളെ yes, capital letter. Even in a textbook you can see that is capital letter. And if you want to write a small letter, how to write? ഇപ്പൊ ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. പക്ഷെ നമുക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യണമെന്നറിയല്ലോ. വി ഹാവ് ടു ജസ്റ്റ് പ്രസ് ദ ക്യാപ്സ് ലോക്ക്. അവിടെ നോക്കിക്കേ, ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞൊരു കീ നിങ്ങൾ കണ്ടോ? How is in caps lock key? That is in alphabetical keys A, S, D, F, G, H, J, K, L എന്നുള്ള ലൈൻ കണ്ടോ? ഓക്കെ, ആ ലൈനിൽ എക്ക് തൊട്ടു മുന്നേ ഇപ്പുറത്ത് തന്നെ ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞ ഓറഞ്ച് കളർ ലെറ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, ക്യാപ്സ് ലോക്ക്. Have you seen that? Okay, that is caps lock. If you press that on the keyboard, here again there is also caps lock എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അവിടെ? അത് കീബോർഡിലെ ഏറ്റവും ടോപ്പില്. I hope you can see here three options are there. ഏറ്റവും മേളില് ആ ബ്ലൂ കീയുടെ നേരെ മേളില്. ഓക്കെ, എല്ലാരും കണ്ടില്ലേ? there what are number lock, caps lock, scroll lock. Three keys are there. Did you see that? Okay, so when you press on this caps lock key, A യുടെ അടുത്ത് കിടക്കുന്ന caps lockൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ, if it is on capital letter, അതായത് caps lock ഓൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഈ മേലിൽ കറുത്ത് കാണുന്ന caps lock ഇല്ലേ, അതായത് ഈ ബ്ലൂ കീസിന്റെ മേളിൽ കിടക്കുന്ന 3 കറുത്ത ഓപ്ഷൻസ് ഇല്ലേ, കറുത്തതില് ഒന്ന് നമ്പർ ലോക്ക്, ഒന്ന് ക്യാപ്സ് ലോക്ക്, ഒന്ന് സ്ക്രോൾ ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കറുത്ത ഇതില് ലൈറ്റ് തെളിയും. ഓക്കെ, അതില് ലൈറ്റ് തെളിക്കും. ഓക്കെ, സന ഇവിടുന്ന് കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല ക്യാപ്സ് ലോക്ക്. ഇനി ക്യാപ്സ് ലോക്ക് ഒന്ന് ഓൺ ആക്കിക്കേ സന, എന്നിട്ട് അതിലെ കീ ലൈറ്റ് തെളിഞ്ഞോന്ന് കാണട്ടെ. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തേ. ഓക്കെ, ഇപ്പുറ സൈഡ് കാണിച്ചേ, സൈഡ് ഇങ്ങോട്ട് പറഞ്ഞപ്പോ സൈഡിലെ ലൈറ്റ് തെളിഞ്ഞോ മോളെ? അവിടെ അല്ല, ലാസ്റ്റ് ഈ ഇവിടെ എങ്ങ് നോക്കും മോളെ. സന ലുക്ക് അറ്റ് മീ ദ സ്ക്രീൻ. ഈ കീ ഇവിടെ കണ്ടോ? അവിടെ ലൈറ്റ് തെളിഞ്ഞോ നോക്കിയേ മോളുടെ കീബോർഡില്. അതാ ടോഷൻ ടൈറ്റിസ് is showing. ലൈറ്റ് തെളിഞ്ഞോ മോനെ? Okay, so when we press on caps lock, light will be on there. If the light is on, we will get capital letters. Whatever we type, it will be written as a capital letters only. Okay, and if we don't want capital letters, we want small letters, means just once again we have to press on caps lock. അപ്പോൾ ഒന്നുകൂടെ ക്യാപ്സ് ലോക്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ലൈറ്റ് ഓഫ് ആകും. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, so for example, you are writing your name, Alan Matthew Dilip. Here he has written first letter A is capital letter, then the other letters are small. Matthew, first letter is capital letter, the rest is small letter. And Dilip, D is capital letter, the rest letter is small letters. How to write that? I will share a screen, just look here. One minute.
Okay, before that, let me take your attendance. Please listen here. Alan Matthew, Angel Rose, Avani Mahesh, Sana Mansoor, Joel Joseph, Nihara, Benita, Joel and Jomel, Siddhant Krishna, Muhammad in the backing in a Okay, fine, okay. Nida Fatima, Kaisa, Juliet, Adit Kevi, Rilu Abida, Edwin. Anybody else? This many only. Okay. Now look at this. Can you see? A screen is shared. I'm going to write. See, first time I am going to write a True Light English School. So first letter should be capital letter. So I just pressed on my keyboard's caps lock key. ഞാൻ എൻ്റെ കീബോർഡിൽ caps lock അമർത്തി. So ഇവിടെ light തെളിഞ്ഞു. Then T, first letter. Then ബാക്കി എനിക്ക് small letter എഴുതണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? Caps lock I have just again pressed. Then R, now it is small letter, isn't it? U, E, true. Then I use space key. Space key means the longest key on the keyboard. Any true കഴിഞ്ഞിട്ട് കുറച്ച് space ഇട്ടിട്ട് വേണം light എഴുതാൻ. Okay, I use the space key. So cursor has moved. Then L should be capital letter. So I will just press on caps lock again and L is capital letter. Again I will press back. Then the caps lock will be off. L-I-G-H-T, light. Again space. True light. Again capital letter. So I need a caps lock. E. Then again I will off the caps lock. E-N-G-L-I-S-H. English. Again space. Again caps lock. True light English School. S-C-H-O-O-L. True light English School. Can you see? കാണാൻ പറ്റുന്നുണ്ടോ? Okay. I will make it a little more big. കുറച്ചും കൂടെ വലുതാക്കും. എങ്ങനെയാന്ന് വെച്ചാൽ first I have to select it. ഇത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്കാണ് പറഞ്ഞിരുന്നത്. എന്തിനാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ. Then ഇവിടെ ഫോണ്ട് സൈസ് ഉണ്ട്. നമ്മൾ 72 എടുത്ത് വേണ്ട 48. Can you see now? Avani, can you see? Yes. Then I will bold it. I will take another. Super model. True Light English School. Oh, this has all become capital letter. Don't wonder. True Light English School. Okay. I'll change this color. എന്താ Avani വരയ്ക്കുന്നത്? അവിടെ എല്ലാം ഡിലീറ്റ് ചെയ്തേ. ഞാൻ പറഞ്ഞില്ലേ വരയ്ക്കരുതെന്ന്. ഞാനൊരു കാര്യം ആവണി അത് വെറുതെ ആവണിന്ന് വിളിച്ചിട്ട് ആവണി അനങ്ങാതിരുന്നത്. ഡോണ്ട് ഡ്രോ. റിലു നിങ്ങൾ എന്താ വിചാരിച്ചത്? സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിട്ടാണോ? നിങ്ങളുടെ പേര് ഇവിടെ തെളിഞ്ഞു വരും ആരാ വരച്ചെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആ കളി വേണ്ട കേട്ടാ. റിലു ആവണിയും വരച്ചതോട് പേരടക്കം തെളിഞ്ഞു. Okay, I'll give red color. See, can you read this now? Angel Benjamin, Angel. Avani, can you read? Siddhant, can you read? Okay. See, കുറച്ചും കൂടെ വലുതായിട്ട്. Okay. True Light English School. If we want to change the color, ഇതിന്റെ color ഇപ്പോ red അല്ല. If we want to change the color, we can go here. Then click there. Black color is there. Yellow color is there. Green color is there. Blue is there. See. നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഓക്കെ, ഇത് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇനി മക്കളെ ക്ലാസ്സിൽ നിങ്ങളുടെ ട്രിക്കൊക്കെ ഇപ്പം പിടിക്കിട്ട്. കമ്പ്യൂട്ടർ വളരെ സ്പീഡിലാ, വളരെ ബുദ്ധിയുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ നിങ്ങളുടെ പേരെടുക്കാണ്, ആരാ വരച്ചെന്ന് ഇപ്പൊ തെളിഞ്ഞെന്ന് മിസ് പറഞ്ഞത് ശരിയല്ലേ? ആവണി റിലു വരച്ചപ്പോഴേ മിസ് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി ആ പണി വേണ്ട കേട്ടോ. കമ്പ്യൂട്ടർ ആരാ മോന്, നിങ്ങളുടെ കളി കമ്പ്യൂട്ടറിനോട് വേണ്ട കേട്ടോ. ഓക്കെ, വെറുതെ വഴക്ക് കേട്ട് നിൽക്കണ്ട. നെക്സ്റ്റ്. So number keys എങ്ങനെ caps lock നമ്മൾ ഓൺ ആക്കുന്നെന്ന്. Using the caps lock key to type the capital letters, press the caps lock key and this makes the green light glow. ഇതൊക്കെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചതാണ്. Okay, and we can write capital letters, and if you want to make it small letters, just once again press it. Using the shift key. ഇനി ഈ shift key, കീബോർഡിൽ shift key ഉണ്ടല്ലോ അല്ലേ? For what we are using shift keys, we can also type capital letters by pressing the shift key. To type a capital letter, say Y, we press shift and Y together. ഈ ഷിഫ്റ്റിൽ പിടിച്ചിട്ട് ഷിഫ്റ്റും പിന്നെ ഷിഫ്റ്റിലും വൈയിലും കൂടെ അമർത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ആ കീബോർഡ് വേറെ ഉണ്ട് ഷിഫ്റ്റിന് കുറെ യൂസ്. ഷിഫ്റ്റിൽ നോക്ക് എന്ന് വെച്ചാല് നമ്മുടെ പേജ് നമ്പർ 34 കീബോർഡ് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 34 ജൂലിയറ്റ് എവിടെ, എന്താ പരിപാടി? സി ഇതില് കുറെ ലെറ്റേഴ്സ്, ആ മേളിലുള്ള ഗ്രീൻ കളറിലുള്ള കീസ് നോക്കിക്കേ. That is number keys 1 2 3 4 5 6 7 8 9 0 അല്ലേ? ഓക്കെ, അതിന് മേളിൽ എന്തൊക്കെയോ സംഭവങ്ങളില്ലേ? ഒരു എക്സ്ക്ലമേറ്ററി സൈന്, അറ്റ്, ഹാഷ്, ഡോളർ, പെർസെന്റേജ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടോ? സിദ്ധു, ഞാൻ പറഞ്ഞത് വല്ലതും കണ്ടായിരുന്നോ കീബോർഡില്? അവിടെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആരാ വരുന്നല്ലേ? ഓക്കെ, see on this keyboard, see in this in your textbook page number 34 on the keyboard, on that green color keys there see two it is used for two functions. രണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. If you want to just type only number 1 2 3 നമ്മൾ അത് മാത്രം അമർത്തിയാൽ മതി. ഇനി ആ മേലിൽ കിടക്കുന്ന സിമ്പിൾസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എക്സ്ക്ലമേറ്ററി ഓർ അറ്റ് ഓർ ഹാഷ് അങ്ങനെയുള്ളതൊക്കെയാ വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർക്കറിയാവുന്നേ? ഇവിടെ കമ്പ്യൂട്ടറും കീബോർഡും ഒക്കെ ഉള്ളവരാണല്ലോ പലരും. ഓക്കെ, അലൻ അറിയാവല്ലോ അല്ലേ? അലൻ പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. ഫാസ്റ്റ്ലി അൺമ്യൂട്ട്. അറിയില്ലേ പിന്നെന്തിനാ? വൈ ഡിഡ് യു റേസ് ദ ഹാൻഡ്? Anybody else knows? Here Sana and all was having computer at home, no? India Sana പോയോ? വീട്ടിൽ പോയോ? അയ്യോടാ, സന പോയി. നീ ആരുടെ വീട്ടിലെ കമ്പ്യൂട്ടറല്ലേ? ടോഷൻ ടൈറ്റസ് ഇല്ല, ഇവിടെ ഇല്ലേ? അവിടെ ബെനീറ്റ കാണിക്കുന്നുണ്ട്. അലൻ, ഡു യു നോ ദ ആൻസർ? ആൻസർ അറിയാവോ? എന്നിട്ട് എന്താ ഇങ്ങനെ കാണിച്ചേ? ഓക്കെ, അൺമ്യൂട്ട്. Shift. We have to press shift plus that key. Shift അമർത്തണം, പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന മേളിലുള്ള ആ നമ്പറുകൾ വേണമെങ്കിൽ ആ കീ കൂടെ അമർത്തണം. അപ്പൊ 1 2 അല്ല വരുന്നത്, പകരം ഷിഫ്റ്റ് അമർത്തിയിട്ട് ആ കീയിൽ അമർത്തുമ്പോൾ അവിടെയുള്ള ആ ചിഹ്നമാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട്, ബ്രാക്കറ്റ് ഇടാൻ വേണ്ടിട്ടൊക്കെ ഉള്ള സിമ്പിൾസ് അവിടെയാണ് അല്ലെ? ഓക്കെ, പ്ലസ് മൈനസ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ വിച്ച് കീ ഹാസ് ടു യൂസ്? ഷിഫ്റ്റ് കീ. ഇപ്പൊ ഷിഫ്റ്റ് കീയുടെ യൂസ് മനസ്സിലായോ? ഓക്കെ, ബെനീറ്റ ആണെങ്കിൽ ബെനീറ്റയുടെ ലാപ്ടോപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. ഗുഡ് ഗേൾ. സോ വി can letter by the shift key can be used to get a capital letter only if the caps lock key is off. caps lock keys off ആണെങ്കിൽ മാത്രം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഷിഫ്റ്റ് അമർത്തിട്ട്, അല്ലെങ്കിൽ വരത്തില്ല കേട്ടോ caps lock. നെക്സ്റ്റ് നമ്പർ കീസ്. നമ്പർ കീസ് 1 2 3 ഇത് നിങ്ങളുടെ കീബോർഡിൽ നോക്കുക. 1 2 3 കാണാൻ പറ്റും. So these keys, number keys, these are called numeric keys. You know that there are two sets of number keys. നിങ്ങളുടെ ആ പേജ് നമ്പർ 34 നോക്കിക്കേ, അതിനകത്ത് 2 സെറ്റ് നമ്പർ കീസ് ഉണ്ട്. ഒന്ന് ഗ്രീൻ കളറിലുള്ള, ഒന്ന് ബ്ലൂ കളറിലുള്ളതും. ഓക്കെ,
Nida Fatima, Kunye, ഇവിടെ നോക്കടാ അക്കരെ. Green color number keys did you see? Yes. Then this side blue color green numbers did you see? This is one number key and this is another one number key. രണ്ട് number key ഉണ്ട്. ഏത് വേണേലും നമുക്ക് പ്രസ് യൂസ് ചെയ്യാം. Okay? One set of number key is placed above the alphabet keys. If we press 8, the number 8 will appear on the screen. ഇപ്പൊ മിസ് കാണിച്ചത് അല്ലേ? Next, the second set of number keys is on the right side of the keyboard called the numeric keypad. To type numbers using the numeric key, first press the number lock key. This makes the green light glow. Now you can type now numbers using the numeric key. The symbol keys, the number key 1 has an exclamation symbol above it. The number key 8 has an asterisk symbol above it. To type a symbol like a star, we press shift and 8. ഞാൻ കാണിച്ചതെന്ന് തന്നെ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഷിഫ്റ്റും അമർത്തി പ്ലസ് ഈ പറഞ്ഞ നമ്പർ കൂടി അമർത്തുമ്പോൾ ആ മേളിലുള്ള നമ്പർ വരും. ഒരേ കീയിൽ തന്നെ ഒരു കീ തന്നെ രണ്ട് യൂസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ we have to press എന്ത് ഷിഫ്റ്റ്. ഓക്കെ, ഇവിടെ സ്പേസ് ബാർ, എൻ്റർ, എസ്കേപ്പ് അത് സ്പെഷ്യൽ കീസ് ആണ്. സോറി പേജ് അല്ല, എനിക്ക് പേജ് മാറിപ്പോയതാണ്. So Raju's mother asked him to type this sum forever for her. How can Raju type it? 90 plus 123, then multiplical sign ആണ്. Is 27 is how much? ഇപ്പൊ സൊല്യൂഷൻ ഈ ഏതൊക്കെ കീ ആണ് അതിന് ഉപയോഗിക്കേണ്ടത്? ഫസ്റ്റ് നമ്പർ കീസ് we have to use 90. Then here function keys, അവിടെ ഉള്ള പ്ലസിനുള്ള സിമ്പിൾ ഉള്ള കീ ഉപയോഗിക്കണം. അതിനുശേഷം അടുത്ത നമ്പർ കീ ഉപയോഗിക്കണം. പിന്നെ നമ്മള് ഈക്വൽ സമം എന്നുള്ള ചിഹ്നം അതിന്റെ കീ ഉപയോഗിക്കണം. നിതയുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ? ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? അമ്മ എവിടെയെങ്കിലും പോയേക്കോണോ? അമ്മേനെ നോക്കിയിരിക്കുന്ന പോലെ ഉണ്ടല്ലോ റോഡിലോട്ട് നോക്കിയിട്ട്. വഴിയെ പോന്നോട്ട് ലിസ്റ്റ് എടുക്കണ്ട ക്ലാസ് ടൈമിൽ കേട്ടൊക്കെ. Okay, next take page number 38. Do you have pencil with you? Which key or keys should Moni press in the following cases? So, do you all have pencil or pen with you? If it is pencil, it is better. Nida, where is your pencil, my dear? Okay, take it, Nida. Do you have pen or pencil? Nida, undo sadhanam kayila? Pencil pen undo? Tell your mummy to give fastly. When that nettu tharam rammayada. So 38 first, which key or keys should Moni press in the following cases? She wants to write her name in capital letter. So which key should she use? ഏത് കീ ആണ് ഉപയോഗിക്കേണ്ടത്? ക്യാപ്സ് ലോക്ക്. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ വേണ്ടി എന്താണ് ക്യാപ്സ് ലോക്ക്. റൈറ്റ് സ്പെല്ലിംഗ് CA. അതർവൈസ് ഇപ്പുറത്ത് നിങ്ങൾക്ക് സ്പെല്ലിംഗ് നോക്കി എഴുതാം. ആ കീബോർഡിൽ നോക്കി നിങ്ങൾക്ക് സ്പെല്ലിംഗ് എഴുതാം. CAPS ക്യാപ്സ് ലോക്ക്. LOCK CAPS caps LOCK caps lock. Second question, she wants to write your telephone number. So which key she should use? Number keys. Okay, NUMBER number keys. KEYS.
NUMBER, number. NUMBER, number. Yes, is it over? And third one, she wants to write her address. Address എഴുതണം. അതിന് ഏത് കീ ഉപയോഗിക്കേണ്ടത്? ആൽഫബറ്റ് കീ. ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ആൽഫബറ്റ് കീസ്. സ്പെല്ലിംഗ് നിങ്ങൾ ഇപ്പോഴത്തെ പേജിൽ നോക്കി എഴുതുന്നതായിരിക്കും ബെറ്റർ ഞാൻ പറയുന്നതിനേക്കാൾ. ALPHABET, ആൽഫബറ്റ് കീ. അതായത് ഈ സ്പെല്ലിങ്സ് എല്ലാം നമ്മളുടെ പേജ് നമ്പർ 35 ഈ കിടക്കുന്നോട്ട് കിടപ്പുണ്ട് ഇവിടെ. If you have any doubts, alphabet key. എല്ലാ ഹെഡിങ് ഉണ്ട്. ALPHABET, alphabet keys. ആദ്യത്തെ കണ്ടോ മുത്തേ? കണ്ടോ? ALPHABET, alphabet. Okay. Next one. She wants to write this sum 40 plus 26 is equal to 66. അപ്പൊ ഏതൊക്കെ രണ്ട് കീസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും? നമ്പർ കീ ആൻഡ് ഷിഫ്റ്റ്. ഓക്കെ, റൈറ്റ് ഷിഫ്റ്റ്. സോറി, നമ്പർ കീസ്. റൈറ്റ് നമ്പർ കീസ്. Next, fifth one, she wants to write this and എന്നുള്ള അത് ഇൻ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻ വേർഡ്സ്. അപ്പൊ എന്ത് ചെയ്യണം? ആൽഫബറ്റ് കീ. ആൽഫബറ്റ്. ഓക്കെ, അവർ ടൈം ഈസ് അപ്പ്. ലാസ്റ്റ് ഞാൻ ഇത് വാട്സപ്പിൽ ഇട്ട് തരാം ആൻസേഴ്സ് കേട്ടോ. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ അന്നേരം ഇട്ട് തരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ടൈം ഈസ് അപ്പ്. Okay, bye then. Take care of you. Bye bye. Go and have your team.